പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഒരു പുതിയ തൊഴിലവസര വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. പ്രമുഖ പൊതുമേഖലാ ബാങ്കായ IDBI 1100 ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. അവരുടെ പ്രൊബേഷണറി ഓഫീസർ എന്ന തസ്തികയ്ക്ക് സമാനമായ തസ്തികയുടെ പേര് ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ എന്നാണ്. 1100 വേക്കൻസിക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ആ വാർത്തകളാവട്ടെ ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യം. എല്ലാ കട്ട് ഓഫ് ഡേറ്റുകളും മാർച്ച് 1, 2026 ബാധകമാക്കിയായിരിക്കും. എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും 20 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ്. ആസ് ഓൺ മാർച്ച് 1, 2026. മാർച്ച് 1, 2026 20 വയസ്സ് പൂർത്തിയായിരിക്കണം. 25 വയസ്സ് തികയാനും പാടില്ല. എലിജിബിലിറ്റിയും നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ വേണം. ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് മിനിമം 60% ഫോർ ജനറൽ കാൻഡിഡേറ്റ്സ് ആൻഡ് OBC കാൻഡിഡേറ്റ്സ്. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കാൻഡിഡേറ്റ്സിന് 55% മതി. അപ്പോൾ അത് ദയവായി നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് നോക്കുക. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പ്രിലിംസും മെയിൻസും ഇല്ല. മെയിൻസ് ഒറ്റ പരീക്ഷയുള്ളൂ. സാധാരണ ബാങ്ക് പരീക്ഷകൾക്ക് ഒരു പ്രിലിംസ് പരീക്ഷ ഉണ്ടാകും, ഒരു മെയിൻസ് പരീക്ഷ ഉണ്ടാകും. പ്രിലിംസ് ഒരു എലിമിനേഷൻ ടെസ്റ്റാണ്, മെയിൻസ് ആണ് സെലക്ഷൻ ടെസ്റ്റ്. ഇതിനതില്ല, ഒരു മെയിൻസ് പരീക്ഷ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഗ്രേറ്റ് ചാൻസ് ടു സക്സീഡ്, ടു ഗെറ്റ് എ ജോബ് വെരി സൂൺ. പരീക്ഷ അവർ ഫിക്സ് ചെയ്തേക്കുന്നത് ഏപ്രിൽ 12, 2026 അപേക്ഷ സമർപ്പിക്കാവേണ്ട അവസാന തീയതി മാർച്ച് 19. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അവസാന നിമിഷം വരെ കാത്തിരിക്കരുത്. എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക. അവസാന നിമിഷത്തെ ഡേറ്റ കഞ്ചക്ഷൻ ഒഴിവാക്കുക. അങ്ങനെ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഡിസപ്പോയിൻമെൻറ്റ് വരാറുണ്ട്. അവസാന നിമിഷം അപേക്ഷിക്കാൻ കാത്തിരിക്കും, പക്ഷേ നെറ്റ്വർക്ക് കഞ്ചക്ഷൻ കാരണം അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതെ പോകുന്നു. അതുണ്ടാകാതിരിക്കട്ടെ. ഷൂട്ട് ദി ആപ്ലിക്കേഷൻ ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പോൾ ഒന്നുകൂടെ പറയാം, പരീക്ഷയുടെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മാർച്ച് 19. പരീക്ഷാ തീയതി ഏപ്രിൽ 12, 2026. 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പരീക്ഷ എഴുതാം. കട്ട് ഓഫ് ഡേറ്റ് മാർച്ച് 1, 2026. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിരിക്കണം. 60% മാർക്കോടെ ഗ്രാജുവേഷൻ പാസ്സായിരിക്കണം. സാധാരണ IBPS പൊതുമേഖലാ ബാങ്കുകളുടെ പരീക്ഷയ്ക്ക് മാർക്ക് നിഷ്കർഷിക്കാറില്ല, പക്ഷേ IDBI മാർക്ക് നിഷ്കർഷിച്ചിട്ടുണ്ട് 60%. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 55% മതിയാകും. അപ്പോൾ ഇതാണ് ആ പരീക്ഷാ വാർത്തകൾ. ഇനി ഇവരുടെ പരീക്ഷ എന്ന് പറയുന്നത്, അതിന് നമ്മുടെ സാധാരണ ബാങ്ക് പരീക്ഷകൾ പോലെ തന്നെ ലോജിക്കൽ റീസണിങ് ആൻഡ് ഡേറ്റ അനാലിസിസ്, 60 ചോദ്യം 60 മാർക്ക്, 40 മിനിറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ചോദ്യം 40 മാർക്ക്, 20 മിനിറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കണക്ക് 40 ചോദ്യം 40 മാർക്ക്, 35 മിനിറ്റ്. ജനറൽ ഇക്കോണമി, ബാങ്കിങ് അവയർനെസ്, കമ്പ്യൂട്ടർ ആൻഡ് IT 60 ചോദ്യം 60 മാർക്ക്, 25 മിനിറ്റ്. അങ്ങനെ ടോട്ടൽ 200 ചോദ്യം 200 മാർക്ക്, 2 മണിക്കൂർ 120 മിനിറ്റ്. ഇതാണ് പരീക്ഷ. അപ്പോൾ നന്നായി പഠിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വിജയം വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.